9, 8, 7, 6, 5, 4, 3, 2, 1, 0. ISROയുടെ എക്സ്പോസാറ്റ് അഥവാ എക്സ്റേ പോളറിമീറ്റർ സാറ്റലൈറ്റ് വിക്ഷേപണം വിജയം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. തമോഗർത്ത പഠനമാണ് എക്സ്പോസാറ്റിലൂടെ ISRO ലക്ഷ്യമിടുന്നത്. ചാന്ദ്രയാൻ 3 ആദിത്യ L1 ദൗത്യത്തിന് ശേഷം രാജ്യത്തിന്റെ ബഹിരാകാശ പര്യവേഷണത്തിലേക്കുള്ള അടുത്ത ചരിത്രപരമായ ചുവടുവെപ്പ് കൂടിയാണ് ഇത്. ഗാലക്സിയിലെ തമോദ്വാരങ്ങളെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും കുറിച്ച് പഠിക്കാൻ അമേരിക്കയ്ക്ക് ശേഷം ഒരു പ്രത്യേക ഉപഗ്രഹം അയക്കുന്ന ലോകത്തെ രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. PSLVയുടെ 60ാമത്തെ വിക്ഷേപണം എന്ന പ്രത്യേകതയും എക്സ്പോ സാറ്റിനുണ്ട്. ബഹിരാകാശ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ ബ്ലാക്ക് ഹോളിനെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തുക എന്നതാണ് ദൗത്യത്തിലൂടെ രാജ്യം ലക്ഷ്യമിടുന്നത്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ ധ്രുവീകരണത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയക്കുന്ന ആദ്യ ഉപകരണമാണ് എക്സ്പോ സാറ്റ്. ഭൂമിയിൽ നിന്ന് 650 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലേക്കാണ് എക്സ്പോ സാറ്റിനെ എത്തിക്കുന്നത്. തിരുവനന്തപുരം പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച വിസാറ്റ് ഉൾപ്പെടെ 10 ചെറു ഉപഗ്രഹങ്ങളും ഇതിനൊപ്പം വിക്ഷേപിക്കുന്നു. ബഹിരാകാശത്ത് നിന്ന് പതിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികൾ കേരളത്തിന്റെ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് വിസാറ്റ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. PSLVയുടെ ആദ്യ വിക്ഷേപണം 1993 സെപ്റ്റംബറിലായിരുന്നു. 59 വിക്ഷേപണങ്ങളിലായി രാജ്യത്തിന്റെ 345 ഉപഗ്രഹങ്ങളാണ് PSLV ഭ്രമണപഥത്തിൽ എത്തിച്ചിരിക്കുന്നത്. എക്സ്പോസാറ്റിന് 2 പേലോഡുകൾ ആണുള്ളത്. പോളിക്സ് എസെപ്റ്റ് എന്നിങ്ങനെയാണ് ഇതിന്റെ പേര് നൽകിയിരിക്കുന്നത്. പോളിക്സ് ജ്യോതിശാസ്ത്ര ഉത്ഭവത്തിന്റെ 830 kV ഫോട്ടോണുകളും മീഡിയം എക്സ്റേ എനർജി ശ്രേണിയിലെ ധ്രുവീകരണ പാരാമീറ്ററുകളും അളക്കും. UR റാവു സാറ്റലൈറ്റ് സെന്ററുമായി സഹകരിച്ച് ബാംഗ്ലൂരിലെ രാമം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ പലോഡ് വികസിപ്പിച്ചിരിക്കുന്നത്. കോളിമേറ്റർ, സ്കാറ്ററർ, സ്കാറ്ററിന് ചുറ്റുമുള്ള 4 എക്സ്റേ അനുപാതിക കൗണ്ടർ ഡിറ്റക്റ്റുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഉപകരണം നിർമ്മിച്ചിരിക്കുന്നത്. 0.815 kV ഊർജ്ജ ശ്രേണിയിൽ സ്പെക്ട്രോസ്കോപ്പിക് വിവരങ്ങളാണ് എസ്പെക്ട് നൽകുക.